ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുൽ അല്ലാമ യഹ്യ ഇബ്നു അലി അൽ ഹജൂരി ഹഫിദഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗസയിലെ മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കാഫിരിങ്ങൾ രാജ്യമായി മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒഴിയെ നിങ്ങൾ ഓർക്കും. ഈ സംസാരം കഴിഞ്ഞതിന് 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള ഉൾക്കാഴ്ച വ്യക്തമാക്കുന്ന സംഭവം ഖത്തറിന് നേരെയുള്ള ജൂതന്മാരുടെ പ്രവൃത്തിയിൽ നമ്മൾ കണ്ടു. ഇതുപോലുള്ള ചില പ്രവചനങ്ങൾ അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പണ്ഡിതന്റെ മഹത്തായ അനുഭവ സമ്പത്തും അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴവുമാണ് ഇവയെല്ലാം നമ്മളെ അറിയിച്ചു നൽകുന്നത്. മുമ്പ് ദമ്മാജ് എന്ന ആ ചെറുഗ്രാമം ആക്രമിക്കപ്പെടുമ്പോൾ പല നാടുകളും കാണികളെപ്പോലെ നോക്കി നിന്ന സമയത്ത് ഷെയ്ഖുന അദ്ദേഹം പറഞ്ഞു, ദമ്മാജ് വീണു കഴിഞ്ഞാൽ യമൻ മുഴുവൻ യുദ്ധക്കളമായി മാറും. ഇതെന്ന് രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വ്യക്തമായ ഒന്നാണ്. ദമ്മാജിനെതിരെയുള്ള ആക്രമണങ്ങൾ അധികരിച്ചപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇവർ ഈ ചെറുഗ്രാമമായ ദമ്മാജിനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ആരും ധരിക്കേണ്ടതില്ല. എന്നാൽ പുണ്യഭൂമികളായ മക്കയും മദീനയുമാണ് അവരുടെ ലക്ഷ്യം. അതിന് തൊട്ടുശേഷം ആ ഭൂമിയിലേക്ക് ഹൗസി തീവ്രവാദികൾ തൊടുത്തുവിട്ട മിസൈലുകൾ ഈ പണ്ഡിതന്റെ ഉൾക്കാഴ്ചക്ക് മറ്റൊരു തെളിവായിരുന്നു. നമ്മളുടെ ബഹുമാന്യ സഹോദരൻ അബു ഇബ്രാഹിം സുഹൈൽ ഹഫിദഹുല്ലാഹയുടെ സ്റ്റാറ്റസിൽ നിന്ന്.